മാള് ശരിക്കും എപ്പോഴാ യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുത്തേ? കല്യാണം കഴിഞ്ഞതിന് ഞാൻ ശേഷം? ഇപ്പോഴും സീരിയസ് ആക്കി എടുത്തിട്ടില്ല. അല്ല, ഒബ്വിയസ്ലി നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻകം പിന്നെ വരുന്നുണ്ട്. പിന്നെ പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതെ നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ ഇത് നല്ല രീതിയിലൊരു നമ്മൾ അതിനൊരു പ്രൊഫഷണലിസത്തോടെ കാണണം എന്നൊക്കെ. പക്ഷെ എനിക്കത് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ആൾക്കാര് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അതിലേക്കൊന്ന് എത്തിപ്പെടണം. അതെ, നമ്മൾ എന്ത് ഭീകര കോണ്ടന്റ് അല്ലെങ്കിൽ ഇനി ഭയങ്കര നമ്മൾ ടെക്നിക്കലി കുറെ സംഭവങ്ങൾ ചെയ്ത് ഇറക്കിയിട്ടൊന്നുമല്ല ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ആൾക്കാർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം, അവർക്ക് ഇഷ്ടം തോന്നണം എന്നുള്ളതാണ് വലിയൊരു അല്ലെങ്കിൽ വേറെ ഉണ്ട് കേട്ടോ, ഹേറ്റിലൂടെ ഇതാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ട്രാക്ക് വേണ്ട. അപ്പൊ അത് എന്തോ ഭാഗ്യത്തിന് ആദ്യം തന്നെ അങ്ങനെ കുറച്ച് നല്ല ഓഡിയൻസ് നമുക്ക് കിട്ടിയോണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയി. ഇപ്പൊ എനിക്ക് സങ്കടം ഉണ്ട്, എനിക്ക് വ്ളോഗ്സ് ഒന്നും അത്ര ഗുൾസ് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റില്ല, നമുക്ക് സമയം കിട്ടുന്നില്ല, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇടക്കൊന്ന് എഡിറ്റ് ചെയ്തൂടെ? ഞാന് പൈസ ചോദിക്കാറുണ്ട്, തരാറില്ല. അപ്പൊ ഞാൻ എത്ര രൂപയാ സാറിന്റെ ചാർജ്? ഞാൻ പ്രൊഡക്ഷനിൽ നിന്ന് കേറ്റുന്നില്ല. എഡിറ്റ് ചെയ്യാനല്ല, ഞാൻ സ്ക്രീൻ സ്പേസിന് വരെ പൈസ ചെയ്യുന്നുണ്ട്. ഞാൻ ബിരിയാണിയിൽ ഒതുക്കാറാണ് പതിവ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം എന്റെ അക്കൗണ്ടിലെ പൈസ. അല്ല, എനിക്ക് വേറെ പ്രശ്നം, എനിക്ക് വേറെ ആര് ചെയ്താലും എനിക്ക് തൃപ്തിയാവില്ല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ആള് തന്നെ ചെയ്യാ. ഇപ്പം വേറൊരാള് ഹെൽപ്പ് ചെയ്താലും അതിനകത്ത് വലിയ താല്പര്യമൊന്നും ഇല്ല. അല്ല, അങ്ങനെയല്ല, അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞ സമയം ഞാൻ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതൊരു വീഡിയോ എടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് പ്ലാൻ അവര് ചിലപ്പോൾ വേറൊരാൾക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുത്താൽ ചിലപ്പോൾ അത് ശരിയായിക്കോളണം എന്നില്ല. ചിലപ്പോൾ എന്നേക്കാൾ നന്നായി ചെയ്യാം, പക്ഷെ നമ്മുടെ മനസ്സിലെ ഒരു ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഹയർ ചെയ്തൊക്കെ വെക്കണം. പിന്നെ ഞാൻ അതാ പറഞ്ഞ, അത്രയും സീരിയസ് ആയിട്ട് ഞാൻ ഇതിനെ കാണാൻ തുടങ്ങിയിട്ടില്ല.